ഓക്കെ, നമുക്ക് പഠിക്കാം. EVS ആണ് നമുക്കത് പഠിക്കേണ്ടത്. EVS പഠിക്കേണ്ടത് ന്യൂ ലെസൺ ആണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് എല്ലാം എഴുതി അല്ലേ? എല്ലാവരും വായിച്ചു പഠിച്ചു തുടങ്ങിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കേണ്ടുന്ന ലെസൺ നെയിം പീപ്പിൾ ഹൂ ഹെൽപ്പ് അസ്. ഏതൊക്കെ ആളുകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ആരൊക്കെയാണ്? പോലീസ്മാൻ, നഴ്സ്, ഡോക്ടർ, കോബ്ലർ, ടൈലർ, അങ്ങനെ ഒത്തിരി പേരുണ്ട് അല്ലേ? നമുക്ക് ടീച്ചർ ടെസ്റ്റ് വായിച്ച് പറഞ്ഞു തരാം. ഹാർഡ് വേർഡ്സ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എല്ലാം ശ്രദ്ധിച്ചിരിക്കുക. അത് പഠിക്കാം നമുക്ക് കേട്ടോ. വായിക്കാം. പീപ്പിൾ ഹൂ ഹെൽപ്പ് അസ്, ലെസൺ 7. People who help us. Policeman, nurse, farmer, cobbler, tailor, gardener. Once more to reading, please listen here. Policeman, P-O-L-I-C-E-M-A-N, policeman. Nurse, N-U-R-S-E, nurse. Farmer, F-A-R-M-E-R, farmer. Cobbler, C-O-B-B-L-E-R, cobbler. Tailor, T-A-I-L-O-R, tailor. Gardener, G-A-R-D-E-N-E-R, gardener. Once more to reading. Policeman, nurse, farmer, cobbler, tailor, gardener. Okay, നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. All of you take your text. പേജ് നമ്പർ 115, ലെസൺ 7, പീപ്പിൾ ഹൂ ഹെൽപ്പ് അസ്. ആരൊക്കെയാണ് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നവരെന്ന് നമുക്ക് പരിചയപ്പെടുന്ന ലെസണാണിത് കേട്ടോ. ഓക്കെ, എവരി മോർണിംഗ് എ മെയ്ഡ് കംസ് ടു അന്യാസ് ഹൗസ് ടു സ്വീപ്പ് ദ ഹൗസ്. എന്താണ് പറയുന്നത്? എല്ലാ ദിവസവും രാവിലെ, ഇവിടെ നോക്കിയാൽ ലുക്ക് ദിസ് പിക്ചർ, കണ്ടോ? ഒരു വിമാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. കണ്ടോ? ബിറ്റ്സ് ഓഫ് പേപ്പറൊക്കെ ക്ലീൻ ചെയ്യുന്നു അല്ലേ? നീറ്റാക്കുന്നു. ദെൻ നോക്കിയേ, മിൽക്ക് മാൻ പാൽ കൊണ്ടുവരുന്നു, മിൽക്ക് കൊണ്ടുവരുന്നു. ദെൻ എ ന്യൂസ് പേപ്പർ കൊണ്ടുവരുന്ന ന്യൂസ് പേപ്പർ ബോയ് ഇത് എവിടെയുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം അന്യയുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളാണ് നമ്മെ പറഞ്ഞു തരുന്നത് കേട്ടോ. Every morning a maid comes to Anya's house to sweep the house. A milkman delivers milk and a newspaper boy delivers the newspaper. All these people help Anya's family. The teacher പറഞ്ഞ helpers ആണ്. ആരൊക്കെയാണ്? milkman, newspaper boy and a maid അല്ലേ? Yes. Then okay, people who help us and make our lives comfortable are our helpers. Let's meet some of them. നമ്മെ സഹായിക്കുകയും നമ്മുടെ ജീവിതം സുഖകരമാക്കുകയും ചെയ്യുന്ന ആളുകൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സഹായികളാണല്ലേ? ആ സഹായികളെ നമുക്ക് ആരൊക്കെയെന്ന് അവരെ പരിചയപ്പെടാം. അവരെ ചിലരെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, എ പോലീസ്മാൻ. എ പോലീസ്മാൻ ക്യാച്ചസ് തീവ്സ് അല്ലേ? കള്ളന്മാരെ ക്യാച്ച് ചെയ്യുന്നു. എ നഴ്സ് ടാക്സ് കെയർ ഓഫ് എന്താണ്? പേഷ്യൻസ് അല്ലേ? രോഗികളെ കെയർ ചെയ്യുന്നതാണ് ആരാ? നഴ്സ്. എ ഫാർമർ ഗ്രോസ് ക്രോപ്സ് അല്ലേ? ഫാർമർ കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? വിളവെടുപ്പ് അല്ലേ? ക്രോപ്സ് വിളവുകൾ നോക്കുന്നു, വളർത്തുന്നു. ഫാർമർ ഗ്രോസ് ക്രോപ്സ്. ദെൻ നോക്കിയേ, കോബ്ലർ മെൻസ് ഷൂസ് അല്ലേ? ചെരുപ്പ് കുത്തിയാണ് കോബ്ലർ അല്ലേ? യെസ്, മെൻസ് ഷൂസ്. കണ്ടോ? ഷൂസ് എല്ലാം തയ്ക്കുന്നു, അതൊക്കെ ശരിയാക്കുന്നു, നന്നാക്കുന്ന ആളാണ്. പിന്നെ ടൈലർ സ്റ്റിച്ചസ് ക്ലോത്ത്സ്. ടൈലർ സ്റ്റിച്ചസ് ക്ലോത്ത്സ് അല്ലേ? ടൈലർ തുണി തയ്യൽക്കാരൻ എന്ത് ചെയ്യുന്നു? തുണികളെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നു. ദെൻ എ ഗാർഡനർ ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ. പൂന്തോട്ടമെല്ലാം നോക്കുന്ന ആളെ പറയുന്നതാണ് ഗാർഡനർ അല്ലേ? പൂന്തോട്ടക്കാരൻ ഗാർഡനറാണ്. ലുക്സ് ആഫ്റ്റർ ദ ഗാർഡനർ. ഓക്കെ, വൺസ് മോർ ടു റീഡിങ്. എ പോലീസ്മാൻ ക്യാച്ചസ് തീവ്സ്. എ നഴ്സ് ടേക്സ് കെയർ ഓഫ് പേഷ്യൻസ്. എ ഫാർമർ ഗ്രോസ് ക്രോപ്സ്. ദെൻ എ കോബ്ലർ മെൻസ് ഷൂസ്. എ ടൈലർ സ്റ്റിച്ചസ് ക്ലോത്ത്സ്. എ ഗാർഡനർ ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ അല്ലേ? നമുക്കിനി വേർഡ്സ് നോട്ട്ബുക്കിൽ എഴുതാം. All of you take your notebook and write today's date and day. Lesson 7, people who help us. Policeman, nurse, farmer, cobbler, tailor, gardener. Policeman, P-O-L-I-C-E-M-A-N, policeman. Nurse, N-U-R-S-E, nurse. Farmer, F-A-R-M-E-R, farmer. Cobbler, C-O-B-B-L-E-R, cobbler. Tailor, T-A-I-L-O-R, tailor. Gardener, G-A-R-D-E-N-E-R, gardener.
സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി 5 ടൈംസ് എല്ലാവരും എഴുതണം. 5 ടൈംസ് എല്ലാവരും എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. അപ്പോൾ എല്ലാവരും മാത്സ് പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണല്ലേ? യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചായിരുന്നല്ലേ? സബ്ട്രാക്ടിങ് വൺ ഡിജിറ്റ് നമ്പർ ഫ്രം 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ ലൈനിലാണ്. എങ്ങനെയാണ് നമ്പർ ലൈനിൽ സബ്ട്രാക്ട് ചെയ്യുന്നതെന്നാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം എന്താണ് നമ്പർ ലൈൻ എന്നൊക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ടീച്ചർ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്പർ ലൈൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, listen here, all of you listen here. Okay, subtraction on a number line. Okay, subtraction on a number line. Okay, ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം 28 minus 5. അപ്പോൾ 28 എന്ന നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? 5 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം, മൈനസ് ചെയ്യണം. 28 minus 5. ഓക്കെ, ഇനി എന്താണ് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്പർ ലൈൻ വരയ്ക്കുക. 22 ഇവിടെ 22 30 30 വരെയാണ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ക്വേർഡ് കൗണ്ടിങ് ആണല്ലേ? നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ആണ് പോകുന്നത്. ഇവിടെ 28 minus 5. അപ്പോൾ 28 എന്ന നമ്പറിൽ നിന്ന് എത്ര നമ്പേഴ്സ് ആണ് ബാക്ക്വേർഡ് നോക്കാനുള്ള? 5 നമ്പേഴ്സ് ബാക്ക്വേർഡ് നോക്കുക. നോക്കി 28ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5. കണ്ടോ? 5 എന്ന നമ്പറിലെത്തി. അവിടെ 23 ആണ് നമ്പർ കിടക്കുന്നത് അല്ലേ? 23 എന്ന നമ്പർ നമുക്ക് കിട്ടി. അപ്പോ ആൻസർ എന്താണ്? 23. 23 23. അപ്പോ 28 minus 5 is equal to 23. അപ്പോ ആൻസർ 23 എന്ന് കിട്ടി. അപ്പോ നമ്പർ ലൈനിൽ 28ൽ നിന്ന് പുറകിലോട്ട് നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ നോക്കുക. 28 നോക്കിയേ 1 2 3 4 5. കേട്ടോ? 5ൽ നമ്മൾ എത്തുമ്പോൾ അവിടെ കിടക്കുന്ന നമ്പർ ഏതാണ്? എല്ലാവരും നോക്കിയേ 23 ആണ്. 2 3 23. അപ്പോൾ ആൻസർ 23 ആണ്. ഓക്കെ, Okay, all of you take your textbook. Please listen here. Page number 71. 71. Subtraction on a number line. Subtraction on a number line. We already know that subtraction on a number line means counting backward. Look at the example. നോക്കിയേ, ഇവിടെ നമുക്ക് നമ്പർ ലൈൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. നമ്പർ ലൈനിൽ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്നാണതല്ലേ? യെസ്. അപ്പോൾ ടീച്ചർ ബോർഡിൽ ചെയ്ത് കാണിച്ചു തന്നു. ടീച്ചർ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്ന് പറയാം. 24 minus 7. 24 minus 7. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പർ ലൈൻ വരയ്ക്കുക. 16 to 25 വരെ. ഓക്കെ, പിന്നെ അതിനുശേഷം എന്താണ്? 24 minus 7 ആണ്. അപ്പോൾ 24ൽ നിന്ന് 7 നമ്പേഴ്സാണ് ബാക്ക്വേർഡ് കൗണ്ടിങ്. ബാക്കിലോട്ട് കൗണ്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ 24ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 2 3 4 5 6 7. ഓക്കെ, 7 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 7 നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന ഏത് നമ്പറാണ്? 7 എന്ന നമ്പറിൽ 17 ആണ് കിടക്കുന്നത്. 17 17. ഓക്കെ, അപ്പോൾ 17 ആണ് ആൻസർ. 24 minus 7 is equal to 17. Okay. Subtract the numbers on the number line. ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ സബ്ട്രാക്ഷൻ നമ്പർ ലൈനിലെ സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. എന്ത് ചെയ്യുക? ഓരോ പ്രോബ്ലംസും വളരെ കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. 43 minus 8. 43ൽ നിന്ന് 8 നമ്പേഴ്സ് ബാക്ക്വേർഡ് നോക്കുക. അപ്പോൾ 43ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 2 3 4 5 6 7 8. അപ്പോൾ 8 നമ്പർ എവിടെയാണോ വരുന്നത് ആ നമ്പറാണ് അതിൻ്റെ ആൻസർ. ആ നമ്പറിൻ്റെ താഴെ കിടക്കുന്ന ഏതാണോ അതാണ് ആൻസർ. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോന്നും ശ്രദ്ധയോടെ ചെയ്യുക. ഓക്കെ, 33 minus 9. 21 minus 7. 72 minus 4. അപ്പോൾ ശ്രദ്ധയോടെ എല്ലാവരും സ്വന്തമായിട്ട് തന്നെ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ, all of you take your notebooks. Subtraction on a number line. 28 minus 5. 28ൽ നിന്ന് 5 നമ്പേഴ്സ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യണം.
അപ്പോൾ 28ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5. 5 നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 23 എന്ന നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 28 മൈനസ് 5 ഈസ് ഈക്വൽ ടു ആൻസർ 23 ആണ്. 2 3 23. ഓക്കെ, നെക്സ്റ്റ് 43 മൈനസ് 9. അപ്പോൾ എന്ത് ചെയ്യുക, അതുപോലെ നമ്പർ ലൈൻ നീറ്റായിട്ട് സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് നീറ്റായിട്ട് വരയ്ക്കുക. വരച്ചതിന് ശേഷം 43ൽ നിന്ന് 9 നമ്പേഴ്സ് ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യുക. ഓക്കെ, ദെൻ 54 മൈനസ് 7. 54 മൈനസ് 7, 21 മൈനസ് 7, 33 മൈനസ് 8. 33 മൈനസ് 8. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോന്നും ടീച്ചർ ഫസ്റ്റ് പറഞ്ഞു തന്നതനുസരിച്ച് നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരയ്ക്കുക, അതിനുശേഷം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്. ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ? യെസ്, ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലേ എല്ലാവരും? യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ടു ദ മാർക്കറ്റ് എന്ന ലെസൺ പഠിച്ചു, അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? യെസ്. അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, all of you take your textbook, page number 8. Please listen here. Listening and speaking. Listening. Here is a list of things your teacher want to buy some of them from the market. Listen to her and check the thing she wants. ഓക്കെ, ഇവിടെ കുറച്ച് തിങ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അതെന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് എല്ലാവരും വായിക്കുക. വായിച്ചതിന് ശേഷം എന്താണ് പറയുന്നത്? യുവർ ടീച്ചർ വാണ്ട് ടു ബൈ സം ഓഫ് ദം ഫ്രം ദി മാർക്കറ്റ്. ലിസൺ ടു ഹെർ ആൻഡ് ടിക്ക് ദ തിങ്സ്. എന്ത് ചെയ്യുക, വായിച്ചതിന് ശേഷം നിങ്ങളുടെ ടീച്ചർ ചൂസ് ചെയ്യാനുള്ള തിങ്സ് ഏതൊക്കെയാണെന്നുള്ളത് ടിക്ക് ചെയ്യുക. ആപ്പിൾസ്, ബട്ടർ, ചോക്ലേറ്റ്സ്, പെൻസിൽസ്, eggs, vegetables, lemons, nuts, pens, soaps, biscuits, bread. ഓക്കെ, അപ്പോൾ ഇത്രയും തിങ്സ് ഉണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ഇൻ പെയേഴ്സ്. ഇൻ എ ടോയ് ഷോപ്പ്. ഷോപ്പ് കീപ്പർ കണ്ട, ഇവിടെ ഒരു കോൺവെർസേഷനാണ് കൊടുത്തേക്കുന്നത്. ഇൻ എ ടോയ് ഷോപ്പ്. ഷോപ്പ്കീപ്പർ, can I help you? You, please show me a car. ഷോപ്പ്കീപ്പർ എന്താണ് പറയുന്നത്? can I help you? നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്? അപ്പം എന്താണ് പറയുന്നത്? യു പ്ലീസ് ഷോ മീ എ കാർ. ഒരു കാറ് കാണിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഷോപ്പ്കീപ്പർ, ഹിയർ ഈസ് എ കാർ. ഇറ്റ് ഈസ് സ്മോൾ ആൻഡ് റെഡ്. കണ്ടോ, ഇതൊരു കാറാണ്. ഈ കാർ എങ്ങനെയാണ് ഇരിക്കുന്നത്? സ്മോളും ആണ് റെഡും ആണ്. സ്മോൾ ആൻഡ് റെഡ്, സ്മോൾ ആൻഡ് റെഡ്. ദെൻ യു, ക്യാൻ യു ഷോ മീ അനദർ കാർ പ്ലീസ്? അപ്പം എന്താണ് ആവശ്യപ്പെടുന്നത്? ഷോപ്പ് കീപ്പറിനോട് വേറൊരു കാർ കൂടി കാണിക്കാമോ എന്ന് ആവശ്യപ്പെടുന്നു. ഷോപ്പ് കീപ്പർ, ഹിയർ ഈസ് എ ബ്ലൂ കാർ. ഷോപ്പ് കീപ്പർ എന്താണ്? ഹിയർ ഈസ് എ ബ്ലൂ കാർ. ഇവിടെ ഒരു നീല കാറുണ്ടെന്ന് പറഞ്ഞൊരു ബ്ലൂ കാറ് കാണിച്ചു കൊടുത്തു. യു, ഐ ലൈക്ക് ദിസ് കാർ. കുഡ് യു പാക്ക് ഇറ്റ് ഫോർ മീ പ്ലീസ്? ഷോപ്പ് കീപ്പർ, സെർട്ടൻലി. യു, താങ്ക് യു. അപ്പം എന്താണ്? ഷോപ്പ് കീപ്പർ ഒരു ബ്ലൂ കാർ എടുത്ത് കാണിക്കുന്നു. ആ കാറ് ഇഷ്ടമായല്ലേ, അത് പാക്ക് ചെയ്യാനായിട്ട് പറയുന്നു. ഷോപ്പ് കീപ്പർ എന്താണ് പറയുന്നത്? സെർട്ടൻലി. യു, താങ്ക് യു. തീർച്ചയായും എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അത് പാക്ക് ചെയ്യുന്നു. എന്താണ്? കാറ് മേടിക്കാൻ പോയ ആൾ എന്ത് ചെയ്യുന്നു? താങ്ക് യു പറയുന്നു. ഓക്കെ, യൂസ് ദി ഗിവൺ വേർഡ്സ് ഓർ ഫ്രേസസ് ഇൻ പ്ലേസ് ഓഫ് ദി വേർഡ്സ്. ഫ്രേസസ് ഗിവൺ ഇൻ റെഡ് ആൻഡ് റിപ്പീറ്റ് ദി കോൺവെർസേഷൻ. എന്താണ്? ഇപ്പോൾ ടീച്ചർ ഇപ്പോൾ ഒരു കോൺവെർസേഷൻ വായിച്ചായിരുന്നു അല്ലേ, അതുപോലെ എന്ത് ചെയ്യുക, ഈ തന്നേക്കുന്ന വേർഡ്സ് ഓർ ഫ്രേസസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ കോൺവെർസേഷൻ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സൗണ്ട്സ് ഓഫ് ഇംഗ്ലീഷ്. സേ ദി ഫോളോയിങ് സെറ്റ്സ് ഓഫ് വേർഡ്സ് ആഫ്റ്റർ യുവർ ടീച്ചർ. ഓക്കെ, പ്ലീസ് ലിസൺ ഹിയർ. വൈ, July, kite.
വൈ ജൂലൈ കൈറ്റ്. ഇങ്ങനെ വായിക്കുമ്പോൾ തന്നെ ഏത് വേർഡാണ്, ഏത് ലെറ്ററാണ് അവിടെ സ്ട്രെസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അല്ലേ. വൈ ജൂലൈ കൈറ്റ്. ചൈൽഡ് നൈറ്റ് ട്വൈസ്. ലൈഫ് റൈഡ് ക്ലൈംബ്. മൈൻ ക്വൈറ്റ് ഫ്രൈഡേ. ഓക്കെ. വൈ ജൂലൈ kite. Child night twice. Life ride climb. Mine quite Friday. ഓക്കെ. ഇതുപോലെ എന്ത് ചെയ്യുക, സ്ട്രെസ് ചെയ്ത് ഉറക്കെ വായിച്ച് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ്, വാല്യൂസ് ആൻഡ് ലൈഫ് സ്കിൽസ്. You are planning to go to the market with your mother. You need to buy some stationery. How will you remember all the things that you want to buy? Make a list on a piece of paper and carry with you. എന്താണ് നമ്മൾ നമ്മുടെ മദറിൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കാനുള്ളത്, വാങ്ങാനുള്ളത്? യു നീഡ് ടു ബൈ സം സ്റ്റേഷനറി. കുറച്ച് സ്റ്റേഷനറി സാധനങ്ങളൊക്കെ മേടിക്കണം. ഹൗ വിൽ യു റിമെമ്പർ ഓൾ ദ തിങ്സ് ദാറ്റ് യു വാണ്ട് ടു ബൈ? അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മേടിക്കാനുള്ളതെന്ന് കണക്ക് കൂട്ടി പോയാലും ചില കാര്യങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് മറന്നു പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മേക്ക് എ ലിസ്റ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ക്യാരി വിത്ത് യു. ഒരു പേപ്പറിൽ, ഒരു വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതിയതിന് ശേഷം കൂടെ കൊണ്ടുപോകണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ മദറിൻ്റെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്, ഒരു മാർക്കറ്റിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. മേക്ക് എ ലിസ്റ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ക്യാരി വിത്ത് യു. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ എന്ത് ചെയ്യുക, ആവശ്യമായ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളാണ് ഷോപ്പിങ്ങിന് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണ്? ഫോർ എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ബുക്സ് ആയിരിക്കും, കളറിംഗ് ബുക്സ് ആയിരിക്കും, പിന്നെ എന്താണ്, സ്കെച്ച് പെൻസിലായിരിക്കും. അങ്ങനെയുള്ള പലവിധം സാധനങ്ങളായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ്, മേക്ക് എ ലിസ്റ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ഇപ്പോൾ ഇവിടെ എന്താണ്, പീസ് ഓഫ് പേപ്പറാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ നോട്ട്ബുക്കിൽ തന്നെ ഈ ആക്ടിവിറ്റി ചെയ്യാം. അപ്പോൾ ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ എഴുതി ടീച്ചറിനെ കാണിക്കുക. ഓക്കെ. ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്സ്. ടീച്ചർ ടെക്സ്റ്റിൽ ഇപ്പം പറഞ്ഞ ആക്ടിവിറ്റി തന്നെയാണ് നോട്ടിൽ എഴുതാനുള്ളത്. യു ആർ പ്ലാനിങ് ടു ഗോ ടു ദി മാർക്കറ്റ് വിത്ത് യുവർ മദർ. You need to buy some stationery. Will you remember all the things that you want to buy? അപ്പോൾ എന്താണ്, നമ്മൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചൂസ് ചെയ്യുന്നത് ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. ഓക്കെ.